നോമ്പിന് നമ്മൾ എത്ര എണ്ണ പലഹാരം ഉണ്ടാക്കണമെന്നില്ല എന്ന് പറഞ്ഞാലും നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എണ്ണക്കടി മേശമ്മ കണ്ടില്ലെങ്കിൽ മക്കളെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ, അതായത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കുന്നത്. പുയ്യാപ്പിള പത്തിരി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്, ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2 മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ മസാല ഉണ്ടാക്കിയെടുക്കാം. മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതാക്കി അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു സവാളയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ, എന്നാലും മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുന്നതായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് എരിവ് കുറച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എരിവ് കൂട്ടിയെടുക്കാം. ഈ ഒരു മസാലപ്പൊടികൾ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 കപ്പ് ബീഫായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പൊടിച്ചെടുത്ത ശേഷം ഏകദേശം 1 കപ്പോളം ബീഫ് ഉണ്ട്. അപ്പോൾ ഈ ബീഫും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു മസാല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ മസാല റെഡിയായി. ആദ്യത്തെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ മസാലയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. രണ്ടാമത്തെ മസാല നമ്മളൊരു ചമ്മന്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 4 പീസ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാതും കൂടെ ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി ആയിട്ടാണ് ഇത്. ഇനി നമുക്ക് ഈ ഒരു സ്നാക്സിലേക്ക് ഒരു മുട്ട മിക്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റിയേക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് 12 പീസ് ബ്രെഡായിട്ട് എടുത്തിട്ടുള്ളത്. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പുയ്യാപ്പിള പത്തിരി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രമായിട്ട് എടുത്തിട്ടുള്ളത്, ബിരിയാണി പോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഏത് വേണമെങ്കിലും എടുക്കുക കേട്ടോ. അത് ഈ ഒരു പാനിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ട മിക്സ് ഉണ്ടല്ലോ, ആ മുട്ട മിക്സിൽ ഓരോ ബ്രെഡ് സ്ലൈസ് ആയിട്ട് മുക്കിയിട്ട് ഈ ഒരു പാനിൽ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു സ്ക്വയർ ഷേപ്പിൽ 4 ബ്രെഡായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതുപോലെ 4 ബ്രെഡാട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. നമ്മൾ ബ്രെഡ് വെക്കുമ്പോൾ എപ്പോഴും മുട്ട മിക്സിൽ മുക്കിയിട്ട് അടുപ്പിച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അത് നന്നായി ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 4 ബ്രെഡ് സ്ലൈസ് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മുട്ട മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ആ ഒരു സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ, ആ ചമ്മന്തി ഈ ഒരു ബ്രെഡിൽ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചമ്മന്തി ബ്രെഡിൽ തേച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചമ്മന്തിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മുട്ട സ്ലൈസും കൂടെ വെച്ച് കൊടുക്കാം. ചമ്മന്തിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ മുട്ട വെച്ച് കൊടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് സ്ലൈസ് നമ്മൾ മുട്ട മിക്സിൽ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഒരു മുട്ട കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. 4 ബ്രെഡ് സ്ലൈസ് ആയിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ബീഫ് മസാല വെച്ച് കൊടുക്കാം. ബീഫ് മസാല ഇട്ട് കൊടുത്ത ശേഷം എല്ലാ ബ്രെഡിലും വരുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് ബാക്കിയുള്ള 4 സ്ലൈസ് ബ്രെഡും കൂടെ ഈ ഒരു മുട്ട മിക്സിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുട്ട മിക്സ് ബാക്കി ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മുട്ട മിക്സ് കറക്റ്റാണ്. ഈ ഒരു 12 ബ്രെഡിന് കറക്റ്റായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിൽ എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കാനുള്ള മുട്ട മിക്സ് ഒന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഓരോ സ്ലൈസ് തക്കാളിയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്കത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 12 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം.
ഒരു 12 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ ആവിയൊക്കെ വന്നിട്ട് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് ആയപ്പോഴായിട്ട് ഇപ്പോൾ തുറന്ന് നോക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു അടുപ്പിലേക്ക് തന്നെ കേട്ടോ ആദ്യം ഇത് മറിച്ചെടുക്കുന്നത്. അതിന് ശേഷം ഇതുപോലത്തെ ഒരു ഫ്രൈയിങ് പാനിൽ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം കൂടെ നമുക്ക് ഒരു 5 മിനിറ്റ് മുതൽ ഒരു 6 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ബ്രെഡ് നന്നായിട്ട് മൊരിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാൻ. ബ്രെഡിൻ്റെ ഈ ഒരു ഭാഗം കൂടെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 6 മിനിറ്റ് സമയമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുയ്യാപ്പിള പത്തിരിയാണിത്. ഈ ഒരു മസാല 2 മസാല വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഈ ഒരു ചമ്മന്തിൻ്റെ മസാലയും പിന്നെ അതിൻ്റെ കൂടെ മുട്ടയും പിന്നെ ഈ ഒരു ബീഫ് മസാലയും കൂടെ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ. നമ്മളിതിൽ മുട്ട മിക്സൊക്കെ ചേർത്തെടുത്തുകൊണ്ട് മുട്ടൻ്റെ സ്മെല്ലൊന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈസി അല്ല ഇത് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്